ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വള്ളി നാരങ്ങ അഥവാ ഗണപതി നാരങ്ങ എന്ന് പറയും. ഇത് ഞാൻ പറക്കി തിന്നുന്നുണ്ടോ, ഒട്ടും കയ്പില്ല കേട്ടോ. ചില ഐറ്റത്തിന് കയ്പ്പ് കാണും, ചിലതിന് കയ്പ്പ് കാണത്തില്ല. എനിക്ക് കിട്ടിയത് കയ്പില്ലാത്ത സാധനമാണ് കേട്ടോ. ഇതേ മാങ്ങ പോലെ പറക്കി തിന്നാം കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിടാൻ പോയാണ്, പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോഴിതേ പാൻ അടുപ്പിൽ വെച്ചു, നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കടുകിട്ടു, കടുകൊന്ന് പൊട്ടട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു, അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതേ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി കേട്ടോ, ഇതും കൂടെ അതിലേക്കിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഈ പൊടികളിടുമ്പോൾ ഗ്യാസ് ഓണായിരിക്കരുത് കേട്ടോ. തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതേ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് കരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചിലർ ശർക്കര ചേർക്കും, ഞാൻ കരിപ്പൊട്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നാരങ്ങ ഉണ്ടല്ലോ, അത് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പിടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതേ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. എരിയും പുളിയും ഉപ്പും മധുരമൊക്കെയുള്ള നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അതേ ഇപ്പുറത്തേതേ നാരങ്ങയും ഈത്തപ്പഴവും ഇട്ടുള്ള ഒരു അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം എന്തേ ഞാൻ അതേ കുപ്പിയിലേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അപ്പോഴെല്ലാവരും പെരുന്നാളായിട്ട് വീട്ടിൽ അച്ചാറൊക്കെ ഇട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് അച്ചാറാണ് ഇട്ടേന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.